സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും അതീവ ഗുരുതരമായ കുറ്റമാണ്. പ്രത്യേകിച്ച് ലൈംഗിക പീഡന കേസിലെ ഇരയാണെങ്കിൽ അവർക്കെപ്പോഴും ഒരു നിയമ പരിരക്ഷ ഉണ്ടാകും. ഇവിടെ ഇരയെ അധിക്ഷേപിക്കുന്നവർക്ക് രാഹുൽ ഈശ്വറിൻ്റെ അനുഭവം ഒരു പാഠമാകണം. കുറച്ച് ദിവസം ജയിലിൽ കിടന്നിട്ടും അയാൾക്കിപ്പോഴും ഒരു മാറ്റവുമില്ല. അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന് നൽകിയ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിച്ചു. പരാതിക്കാരിയെ യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും അധിക്ഷേപിച്ചുവെന്നും ഇത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സൈബർ പോലീസ് കോടതിയെ സമീപിച്ചത്. അപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉൾപ്പെട്ട ബലാത്സംഗ കേസിൽ ആദ്യം പരാതി നൽകിയ യുവതിയെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപിച്ചുവെന്ന കേസിൽ രാഹുൽ ഈശ്വർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞ രാഹുലിന് ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. പരാതിക്കാരിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തരുതെന്ന് കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രാഹുലിന്റെ വീഡിയോ പരാമർശങ്ങൾ അതിജീവിതയുടെ അന്തസ്സിനെ ബാധിക്കുന്നതാണെന്നും അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണെന്നും ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നു. സൈബർ പോലീസ് തിരുവനന്തപുരം ACJM കോടതിയിലാണ് അപേക്ഷ നൽകിയത്. അതിജീവിതയെ ഫേസ്ബുക്കിലൂടെ വ്യാജ അതിജീവിത എന്ന് വിളിച്ചെന്നും ഇത് അവരിൽ ഭയവും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കിയെന്നും അപേക്ഷയിലുണ്ട്. ജാമ്യത്തിലിറങ്ങിയ രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപമാനിക്കും വിധം പ്രതികരണങ്ങൾ നടത്തിയെന്ന് അതിജീവിത പരാതി നൽകിയിരുന്നു. ഈ പരാതി അന്വേഷിച്ചാണ് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയത്. പരാതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ നിന്നും അതിജീവിതയെ പിന്തിരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് രാഹുൽ ഈശ്വറിന്റെ അപമാനിക്കലെന്നും അപേക്ഷയിൽ സിറ്റി സൈബർ പോലീസ് പറയുന്നുണ്ട്. രാഹുൽ ഈശ്വറിനോട് തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഈശ്വറിന് പറയാനുള്ളതും അതിജീവിതയുടെ അഭിഭാഷകന് പറയാനുള്ളതും കേട്ട ശേഷമായിരിക്കും ജാമ്യവ്യവസ്ഥയിലെ ലംഘനവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം കോടതി കൈക്കൊള്ളുക. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.